എടോ ഗുണ്ടു, എന്താ മൈൻഡ് ചെയ്യാതെ നടന്നു പോന്നേ? ചെല്ല് വൈകുന്നേരം ഈ വഴി കൂടലേ വരിക, അപ്പൊ നോക്കിക്കോളാം. അതെ, ഞാൻ വല വിരിച്ചാലേ അതില് കുടുങ്ങാത്ത ഒരു പക്ഷിയില്ല. കുളച്ചെറുക്ക, കൈ നൂത്തൊന്ന് തന്നാലുണ്ടല്ലോ പിന്നെ അപ്പുറത്തുനിന്ന് നിന്നെ എടുത്തോണ്ട് വരാൻ പറ്റും. ഓഹോ, ഞാൻ നിന്നെ പോലെ എത്ര പേരെ കണ്ടിട്ടുണ്ട്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സുഖമാണോ സാർ? എന്താ ദശരഥ്, സുഖാണോ? അതെ സാർ. സാർ സ്കൂൾ മുഴുവൻ പെയിന്റ് അടിച്ചു കഴിഞ്ഞു സാർ. വരൂ സാർ, വരൂ. നമസ്കാരം സാർ. നമസ്തേ സാർ. സാർ ചായ കാപ്പി വല്ലതും? എല്ലാരും എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കുന്നു സാർ. നന്നായിട്ടുണ്ട് സാർ. അതൊന്നും ഒരു പ്രശ്നമില്ല സാർ. നന്നായിരിക്കണമല്ലോ അല്ലേ? എല്ലാവരുടെ അക്കൗണ്ടിലേക്കും കറക്റ്റ് സമയത്ത് തന്നെ ശമ്പളം വരുന്നുണ്ടല്ലോ അല്ലേ? വന്നു സാർ. സാർ വരുന്നുണ്ട് സാറേ. ആരോ ഒരാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം 1 അധികം ശമ്പളം വരുന്നുണ്ടല്ലേ? സാർ സാറിന് എപ്പോഴും ഞങ്ങളുടെ ശമ്പളത്തിലാണല്ലോ കണ്ടത്. പേരിനാണ് ഗവൺമെന്റ് ജോലി, ഗവൺമെന്റ് ശമ്പളം. പക്ഷേ കടം. ഞാൻ ഒരു വീട് കെട്ടി കടം, കിണർ വെട്ടി കടം, മകളെ കല്യാണം കഴിപ്പിച്ച് കടം. ദശരഥ്, ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. ബിരാദർ, നിനക്കോ? എനിക്കൊക്കെ അത്. നന്ദിനി സാർ. നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഒന്ന് തരാവോ? എനിക്കൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. എന്തിനാ സാർ? എന്താ ടീച്ചറെ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ നിങ്ങള്? നിങ്ങളും ആ പ്രസിഡന്റും ചേർന്ന് നടത്തിയ അഴിമതിയെ പറ്റി കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. സർ, മേഡം അങ്ങനത്തെ ആളല്ല. നിങ്ങൾക്കത് റോങ് ഇൻഫർമേഷൻ വന്നിരിക്കുകയാണ്. Just shut up. ആരാ എന്താ എങ്ങനെയാന്നൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. മിസ് നന്ദിനി, നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ക്ലാരിഫിക്കേഷൻ തരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സസ്പെൻഡ് ആക്കും നിങ്ങളെ ഞാൻ. സാർ ഒരു മിനിറ്റ് സാർ. സാർ മാഡം, നിങ്ങൾ കരയണ്ട. ഇതിനൊക്കെ കാരണം ആ റാവുത്തറാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവൻ എന്റെ കൈ കെട്ടി ചെരുപ്പ് കൊണ്ട് അടിക്കും അവനെ. നന്ദു, നിങ്ങൾ എന്തിനാ കരയുന്നേ? എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു മാറ്റർ ആണോ നന്ദു? ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നീ ഫേസ് ചെയ്തിട്ടില്ലേ? ഇതെല്ലാം വലിയ കാര്യമാണോ? നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിന്റെ മനസാക്ഷിക്ക് ഉറപ്പാണെങ്കിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. നീ വരട്ടി നോക്ക്, ആരാ ഈ തെറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കേ. ഒരുത്തനെ പോലും വിടാൻ പാടില്ല.